നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ വേറെ ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ക്ലാസ്സിലാണ് ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ റൂൾസ് ഓഫ് റിഫ്ലക്ഷൻ അതിൽ നമുക്ക് 6 തരം റൂൾസ് ഉണ്ട്. ആ റൂൾസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇത് നിങ്ങൾ സ്കൂളിൽ കവർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ? ഇത് കോൺകേവ് മിററിന്റെയാണ് നമ്മളിപ്പോ നോക്കുന്നത്. അപ്പോ മിററുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ കോൺകേവ് മിററിന് നമുക്ക് എന്താ പറയുക റൂൾസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു റേ ഡയഗ്രം വരയ്ക്കണമെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതെങ്ങനെയാ? ഒരു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മൾ റേ പോകുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോക്കസിന്റെ അകത്തുകൂടെയാണ് പാസ് ചെയ്യാം. അത് ഒരു റൂള്. പിന്നെ ഈ റേ ഫോക്കസിന്റെ അകത്തുകൂടെ പാസ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പാരലൽ ആയിട്ടാണ് ട്രാവൽ ചെയ്യുക. ഓക്കെ, ഇത് കോൺകേവിന്റെയും കോൺവെക്സിന്റെയും രണ്ട് മിററിന്റെ കേസിലും ഈ റൂള് അപ്ലിക്കബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഉള്ള റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റേ ഓഫ് ലൈറ്റ് സെന്റർ ഓഫ് കർവഞ്ചറിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? സെന്റർ ഓഫ് കർവഞ്ചറിൽ കൂടെ പാസ് ചെയ്തിട്ട് അത് റീബൗണ്ട് ചെയ്യും. റീബൗണ്ട് ചെയ്തിട്ട് അതേ പാത്തിൽ കൂടെ തന്നെ ട്രേസ് ചെയ്ത് പോകും. പിന്നെയുള്ള റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പോയിന്റ് വന്നിട്ട് മുട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യണ റേ എന്ത് പറ്റും? ഒബ്ലിക്ലി ആവും റിഫ്ലക്ട് ചെയ്യുക. കാരണം ഈക്വൽ ആയിട്ട് റിഫ്ലക്ട് ചെയ്യും. ഒബ്ലിക്ലി റിഫ്ലക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് റിഫ്ലക്ട് ചെയ്യും. അതിൻ്റെ അകത്ത് കാണാം നമുക്ക് ഈ ഡയഗ്രത്തിന്റെ അകത്ത്. അത് കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും രണ്ടിന്റെയും കേസിൽ ഇത് അപ്ലിക്കബിൾ ആണ് ഈ കണ്ടീഷൻ. ഓക്കെ, ഇത് കണ്ടില്ലേ? റേ വരികയാണ്, അത് പ്രിൻസിപ്പൽ ഫോക്കസിന്റെ അവിടെ തട്ടി റിഫ്ലക്ട് ചെയ്യും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജ് ഫോർമേഷൻ ആണ്. 6 ടൈപ്പ് ഇമേജ് ഫോർമേഷൻ ഉണ്ട് കോൺകേവ് മിററിന്. കോൺവെക്സ് മിററിന് 2 ടൈപ്പ് ഓഫ് ഇമേജ് ഫോർമേഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ 6 കേസ് ഉള്ളത്, ഒന്നാമത്തത് അറ്റ് ഇൻഫിനിറ്റി ആണ്, ബിയോണ്ട് സി ആണ്, പിന്നെ അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് എഫ്, ബിറ്റ്വീൻ എഫ് ആൻഡ് പി. അപ്പോൾ ഈ 6 കേസുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ഇൻഫിനിറ്റി. ഇപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റ് ദൂരെ ഇൻഫിനിറ്റിയിലാണ് കാണണമെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഇമേജ് എവിടെ വരിക? അതിന്റെ ഇമേജ് എവിടെ വരും? സിന്റെയും പിന്റെയും നടുക്കായിട്ട് വരും. സോറി, ഫോക്കസിലാണ് അതിന്റെ ഇമേജ് ഫോം ചെയ്യുക. ഫോക്കസിൽ ഇമേജ് ഫോം ചെയ്യും. ഇപ്പൊ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് കോൺകേവ് മിററിന്റെ കേസിൽ ഫോക്കസിൽ വരും. ഇപ്പൊ ഇവിടെ കാണാം എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാണ് ഇമേജിന്റെ പൊസിഷൻ. എ ഡാഷ് ബി ഡാഷ്, അത് ഹൈലി ഡിമിനിഷ്ഡ് ആവും, പോയിന്റ് സൈസ്ഡ് ആവും ഇമേജ്. അത് എഫിൽ ഫോം ചെയ്യും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയോണ്ട് സി. ഇപ്പൊ നമ്മുടെ ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആണ് ഇരിക്കണത്. ബിയോണ്ട് സി ആണ് ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഫോം ചെയ്യുന്ന ഇമേജ് സിന്റെയും എഫിന്റെയും നടുക്കായിട്ടാവും വരിക. സെന്റർ ഓഫ് കർവഞ്ചറിന്റെയും ഫോക്കസിന്റെ നടുക്കായിട്ടാവും ഇമേജ് വരിക. ഇതുപോലെ തന്നെ 4 അതർ കേസുകൾ. സിയിലാണെങ്കിൽ എച്ച് സിയിൽ ഇമേജ് ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ എഫ് സിയിൽ തന്നെ ഇമേജ് ഫോർമേഷൻ വരും. അതെന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണെങ്കിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആവുമ്പോൾ ബിയോണ്ട് സിയിലാവും വരിക ഇമേജിന്റെ ഫോർമേഷൻ. അതെങ്ങനെയായും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എത്രയും ഈ മിററിന് അടുത്തേക്ക് വരുന്നു അത്രയും മാഗ്നിഫൈഡ് ആയിട്ട് വരും ഇമേജ്. ഓക്കെ, ഇനി അറ്റ് എഫ് വെക്കുകയാണെങ്കിൽ നമ്മൾ അറ്റ് എഫ് ആണ് ഒരു ഒബ്ജക്റ്റ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് എവിടെ വരിക? ഇൻഫിനിറ്റിയിലാവും ഇമേജ് ഫോർമേഷൻ വരിക. ഓക്കെ, ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണെങ്കിലോ നമ്മളിപ്പോ എഫിന്റെയും പിന്റെയും നടുക്ക് വെക്കുകയാണെങ്കിൽ എവിടെയാണ് ഇമേജ് വരിക? ബിഹൈൻഡ് ദ മിറർ. മിററിന്റെ പുറകിലായിരിക്കും വരിക. അവിടെ എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞ ഒരു ഇമേജ് ഫോർമേഷൻ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസസ് ഓഫ് കോൺകേവ് മിറർ ആണ്. ഒരു കോൺകേവ് മിറർ ഉണ്ട്, അത് എന്തിനൊക്കെയാ യൂസ് ചെയ്യുക? അതൊരു ഷേവിംഗ് മിറർ ആയിട്ട് യൂസ് ചെയ്യും. ടോർച്ചിന്റെ അകത്ത് യൂസ് ചെയ്യും ഈ മിറർ. സെർച്ച് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കും. വെഹിക്കിൾസിന്റെ ഹെഡ് ലൈറ്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും.
used by dentists to get large images of patients' teeth. നമ്മൾ ഈ പല്ലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴേ ഈ ഡെന്റിസ്റ്റുകളുടെ കയ്യിൽ ഒരു കുഞ്ഞൊരു മിറർ ഉണ്ടാവും, ഒരു വട്ടത്തിൽ ഒരു സ്റ്റിക്ക് പോലെ. എന്നിട്ട് ഇത് അകത്തേക്ക് വെച്ചിട്ട് അവർ നോക്കും നമ്മുടെ പല്ലിന്റെ. അതൊക്കെ ഒരു കോൺകേവ് മിറർ ആണ്. പിന്നെ ഒരു സോളാർ ഫർണസിന്റെ അകത്ത് നമ്മൾ ഹീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു കോൺകേവ് മിററുകളാണ്. നമ്മൾ ഈ കോൺകേവ് മിററുകൾ എന്താ, കൺവേർജിങ് മിററുകളാണ്. അപ്പൊ അവർക്ക് ഈ റിഫ്ലക്ട് ചെയ്യുന്ന സാധനം ആ ലൈറ്റുകൾ ഒരു സ്ഥലത്തേക്ക് കൺവേർജ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു വീഡിയോ ആണ് കോൺകേവ് മിററിന്റെ യൂസസ് ഉള്ളത്. ഇത് ആ PPT സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആ PPT കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഇമേജ് ഫോർമേഷൻ ഓഫ് കോൺവെക്സ് മിറർ ആണ്. ഇമേജ് ഫോർമേഷൻ ഓഫ് കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ട് കണ്ടീഷൻ ഉള്ളൂ. അറ്റ് ഇൻഫിനിറ്റി ആണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെ വരിക, ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും ഇമേജ് വരിക, അറ്റ് F ആയിരിക്കും. അതൊരു വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയും പിന്റെ നടുക്ക് ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോമിന്റെ എവിടെയാണ്, മിററിന്റെ ബാക്കിലായിരിക്കും, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. യൂസസ് ഓഫ് കോൺവെക്സ് മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺവെക്സ് മിറർ നമ്മൾ വെഹിക്കിൾസിന്റെ അകത്ത് റെയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കും. ഇപ്പൊ നമ്മൾ കാറിന്റെ ഒക്കെ റെയർ വ്യൂ മിററിൽ നോക്കുമ്പോൾ എഴുതിയിട്ടുണ്ടാവും ഒബ്ജക്ട്സ് ആർ ക്ലോസർ ദാൻ യു സീ എന്ന് പറഞ്ഞിട്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ദൂരത്തിൽ ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റുകളെ തൊട്ട് ബാക്കിലൊക്കെ നിൽക്കുന്ന വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഇത്തിരി ഡിസ്റ്റൻസിൽ നിൽക്കുന്ന പോലെയാണ് ആ ഇമേജ് അതിൽ കാണാം. കാരണം വൈഡർ ആംഗിൾ കിട്ടും നമുക്ക് ഈ കോൺവെക്സ് മിററിന്റെ അകത്ത്. പിന്നെ നമ്മൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ടേൺ ഒക്കെ വരുമ്പോൾ ഒരു ടൈപ്പ് മിറർ വെച്ചിട്ടുണ്ടാവും, ഒരു ബൾജിങ് മിറർ. അതൊക്കെ ഈ കോൺവെക്സ് മിറർ ആയിരിക്കും യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ വൈഡ് ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയും. നമ്മളിപ്പോ ഈ ഒരു ഡയഗ്രം നോക്കാം. അപ്പൊ ഇതിന്റെ അകത്തൊരു എന്താണുള്ളത്, ഒരു രണ്ട് സൈഡ് ഉണ്ട് മിററിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ട്. എബവ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്, ബിലോ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മൾക്ക് അതിന് ഓരോ പൊസിഷനുള്ളതിനും ഓരോ സൈൻ കൊടുക്കണം നമ്മൾ, എന്നാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺവെൻഷൻ ആണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി മിറർ ആൻഡ് ദ പോൾ ഇസ് ടേക്കൺ ആസ് ഒറിജിൻ. അങ്ങനെയാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് റൈറ്റ് ഓഫ് ദ ഒറിജിന് റൈറ്റ് സൈഡിലുള്ളത് പോസിറ്റീവും ഒറിജിൻ ലെഫ്റ്റ് സൈഡിലുള്ളതും നെഗറ്റീവ് ആവും. ഇവിടെ ഒറിജിൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ഇതിന് റൈറ്റിലുള്ളത് പോസിറ്റീവും ഇതിന് ലെഫ്റ്റിലുള്ളത് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഡിസ്റ്റൻസ് അബവ് ദ പ്രിൻസിപ്പൽ ആക്സിസിന്റെ അബവ് ഉള്ള ഡിസ്റ്റൻസ് പോസിറ്റീവും ബിലോ ഉള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഇത് നമ്മൾ പഠിക്കുന്ന ഒരു ഫോർമുലയാണ് മിറർ ഫോർമുല. 1/u + 1/v = 1/f. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ മിററിന്റെ ഉള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യാം. ഇത് മാഗ്നിഫിക്കേഷൻ ഉള്ള ഒരു ഫോർമുലയാണ്. h2/h അല്ലെങ്കിൽ -v/u എന്ന് പറയും. റീഫ്രാക്ഷൻ ആണ് അടുത്ത ടോപ്പിക് നമ്മൾ കവർ ചെയ്തതിൽ. റിഫ്ലക്ഷൻ പോലെ തന്നെ ഒരു ഫിനോമിനയാണ് റീഫ്രാക്ഷൻ. പക്ഷെ റീഫ്രാക്ഷൻ എന്താണ്, അത് ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ്. ബെൻഡിങ് ഓഫ് ഒരു ഡയറക്ഷനിൽ വരുന്ന ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റടുത്ത മീഡിയത്തിലേക്ക് കയറുമ്പോൾ എന്ത് പറ്റും, അതിന്റെ ഡയറക്ഷൻ മാറും. ഡയറക്ഷൻ മാറിയിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഡൈവേർട്ട് ആയി പോകും. ആ പ്രോസസ്സിനെ പറയണതാണ് റീഫ്രാക്ഷൻ എന്ന് പറഞ്ഞത്. നമ്മുടെ ഈ റെയിൻബോ, അതുപോലെ ഈ ട്വിങ്കിളിംഗ് ഓഫ് സ്റ്റാർസ്, അതുപോലെ സൺലൈറ്റ്, സൺറൈസിന്റെ ചുമന്ന കളർ, അതൊക്കെ ഈ റീഫ്രാക്ഷന്റെ ഒരു ഫിനോമിനയാണ്. എന്നുവെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് റിഫ്രാക്ഷന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫിനോമിനയാണ്. റിഫ്രാക്ഷൻ മൂലം ഉണ്ടാവുന്നതാണ് സ്കാറ്ററിംഗ് ഒക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഫിനോമിനാസ് ഒക്കെ പ്രകൃതിയിൽ. റീഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലൂഷൻ പോലെയാണ്. നമ്മളിപ്പോ ഒരു പേന എടുത്തിട്ട് ഒരു ഗ്ലാസ് വാട്ടറിൽ മുക്കി കഴിഞ്ഞാൽ ഈ പേന അകത്ത് മുക്കുമ്പോൾ ആ പേന ഇത്തിരി ഷിഫ്റ്റ് ആയ പോലെയാവും ഗ്ലാസിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റാം. ഇത്തിരി ലെഫ്റ്റിലേക്കും ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും, ഇത്തിരി റൈറ്റിലേക്കും ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും. അതുപോലെയാണ് നമുക്ക് ഗ്ലാസിന്റെ അടുത്ത് കാണാൻ പറ്റുക. റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്താ? റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയയിലേക്ക് കിടക്കുമ്പോൾ അതിന്റെ റേഷ്യോ, ആ രണ്ടിന്റെയും ആ ലൈറ്റിന്റെ വെലോസിറ്റി റേഷ്യോ ആണ് നമ്മൾ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് പറയാം.
അത് പല റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഭയങ്കര കൂടുതലായിരിക്കും. ഏറ്റവും കുറവ് റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള സാധനമാണെങ്കിൽ അവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ് കൂടുതലായിരിക്കും. ഹൈ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള സ്ഥലത്ത് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. അതെ, ഇവിടെ കാണിക്കുന്നത് ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മെറ്റീരിയൽ. കാരണം ഡയമണ്ട് ശ്രദ്ധിച്ചാൽ ഡയമണ്ടിന്റെ തിളക്കം എന്തുകൊണ്ടാണ്? ഡയമണ്ടിന്റെ അകത്ത് ലൈറ്റ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് കടക്കാൻ പറ്റില്ല, ലൈറ്റ് ട്രാപ്പായി പോകും. ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും അതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഒരു സ്പാർക്ലിംഗ് എഫക്റ്റ് നടക്കുന്നത്. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ 1.0 ആണ്. അതുകൊണ്ടാണ് എയറിൽ കൂടെ സ്മൂത്ത് ആയിട്ട് ലൈറ്റ് ട്രാവൽ ചെയ്ത് വരുന്നത്. ഏറ്റവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ ഇത് എയർ ആണ്. ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് ഡയമണ്ടിനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് ലെൻസസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെൻസസ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. 2 ടൈപ്പ് ലെൻസുകൾ ഉണ്ട്, കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും. എന്നിട്ട് ഈ ലെൻസുകളുടെ ഇമേജ് ഫോർമേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു ഇതിൻ്റെ അകത്ത്. മറ്റേ മിറർ പോലെ തന്നെ നമുക്ക് ലെൻസിലും എന്താണുള്ളത്? ഒപ്റ്റിക്കൽ ഫോക്കസ് ഉണ്ട്, പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്, ഫോക്കസ് ഉണ്ട്. ഇതൊക്കെ മിററിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ലെൻസിന്റെ അകത്തുണ്ട്. കോൺവെക്സ് ലെൻസിനെ കൺവേർജിങ് ലെൻസ് എന്നും കോൺകേവ് ലെൻസിനെ ഡൈവേർജിങ് ലെൻസ് എന്നും പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസ് എല്ലാ ലൈറ്റ് റേസും കൺവേർജ് ചെയ്തിട്ട് ഫോക്കസിലേക്ക് പോയിന്റ് ചെയ്യിക്കും. ഡൈവേർജിങ് ലെൻസ് കോൺകേവ് ലെൻസോ വരുന്ന റേസിനൊക്കെ റീഫ്രാക്ട് ചെയ്തിട്ട് വേറൊരു ഡയറക്ഷനിലേക്ക് തെറ്റിച്ചു വിടും. റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രാംസ് ആണ് ഇത്. അതേ റൂൾസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. മിററിന്റെ അകത്തുള്ള അതേ റൂൾസ് തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് ഫോളോ ചെയ്യാം. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇമേജ് ഫോം ബൈ എ കോൺവെക്സ് ലെൻസ് ആണ്. ലെൻസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ബിറ്റ്വീൻ O and F ആണെങ്കിൽ എങ്ങനെയാണ്? ലെൻസ് എപ്പോഴും വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജുകളാവും നമുക്ക് തരാം. അപ്പോൾ ബിറ്റ്വീൻ 0 and F ഇമേജ് ഫോംഡ് ഈസ് വെർച്വൽ ഇറക്റ്റ് ബിഹൈൻഡ് ദ ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ പുറകിലാവും എന്ത് വരിക? ഇമേജ് വരുന്നത്. അതൊരു മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും. അടുത്ത വെച്ച് ബിറ്റ്വീൻ F and 2F. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മിററിന്റെ അകത്ത് എഫും സിയും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ അകത്ത് സിക്ക് പകരം 2F എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. പിക്ക് പകരം O എന്ന് മെൻഷൻ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യണത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇതിന്റെ അകത്ത് മാഗ്നിഫൈഡ് ഇമേജസ് ആണ് നമുക്ക് ഫോം ചെയ്യാം. പിന്നെ അതുപോലെ അത് ജസ്റ്റ് 2 എക്സാമ്പിൾ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇത്രയും കണ്ടീഷൻസ് ഉണ്ട് ഇമേജ് ഫോർമേഷന്റെ. അപ്പൊ അറ്റ് 2F അത് എവിടേക്ക് ആവും എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ PPT കിട്ടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇത് മുമ്പ് നമ്മൾ കോൺവെക്സ് മിററിന്റെ അകത്ത് 2 കേസുകളെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ അകത്ത് കോൺകേവ് ലെൻസിന്റെ അകത്ത് നമ്മൾ 2 കേസ് പഠിക്കണം. ഓക്കെ, ഇതിനകത്ത് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ അറ്റ് ഫോക്കസ് ഇമേജ് ഫോർമേഷൻ വരും. ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ ആണെങ്കിൽ എന്താ വരിക? ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ ഇമേജ് ഫോർമേഷൻ വരും. ഓക്കെ, അത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആശയ്ക്ക് ഇപ്പൊ ഒരു ഐഡിയ മനസ്സിലായില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുക്കുന്നുള്ളത്? മനസ്സിലായി സർ. ഓക്കെ, ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കാൻ പോണത് ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ 5 ആണ്. അപ്പൊ കഴിഞ്ഞ 2 സെക്ഷന്റെ PPT ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അത് നോക്കുമ്പോൾ മനസ്സിലാവും കൂടുതൽ. ഓക്കെ, ഓക്കെ. ഈ സെക്ഷന്റെ അകത്ത് നമ്മൾ തുടങ്ങാനായിട്ട് മുമ്പ് നമ്മൾ ഒരു കോട്ട് നോക്കണം. ഇതിനകത്ത് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ കോട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും എടുത്തിട്ടുള്ളത്. ഇന്നും എടുത്തിട്ടുള്ളത് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ കോട്ടാണ്. ഈ കോട്ട് എന്താണ് പറയുന്നത്? ട്രൈ നോട്ട് ടു ബിക്കം എ മാൻ ഓഫ് സക്സസ് ബട്ട് റാദർ ട്രൈ ടു ബിക്കം എ മാൻ ഓഫ് വാല്യൂ. ഇതൊരു സിമ്പിൾ കോട്ടാണ്. നമ്മൾ എല്ലാവരും എന്താണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാവരും എന്താ ചെയ്യുക? ആൾക്കാരൊക്കെ സക്സസിന്റെ പുറകിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് കുറെ അധ്വാനിക്കും. എന്നിട്ട് എന്താണ് ലാസ്റ്റ് സക്സസിൽ എത്തും. ചിലവരെത്തില്ല. പക്ഷെ അവരൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ്
സക്സസ് നേടാനുള്ള ഒരു ശ്രമത്തിൽ അവരെന്ത് പറ്റും, സക്സസിലേക്ക് എത്താനുള്ള ആ ഒരു വെപ്രാളത്തിൽ അവര് ആ സക്സസിന്റെ പ്രോസസ്സിനെ എൻജോയ് ചെയ്യാൻ അവർ മറക്കും. ലാസ്റ്റ് അവർ സക്സസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും ആ സക്സസിനെ ആസ്വദിക്കാനുള്ള എന്താ പറയാ കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് മിക്ക ആൾക്കാരും ഉള്ളത്. നമ്മളെപ്പോഴും എന്താ പറയാ ഗോള് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്താലും ഗോള് ആവരുത് നമ്മുടെ ലക്ഷ്യം. ഗോളും ഗോളിന്റെ റിസൾട്ടും കുറച്ച് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ മൊമെന്റിൽ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഫസ്റ്റ് ലൈനിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബട്ട് റാദർ ട്രൈ ടു ബിക്കം എ മാൻ ഓഫ് വാല്യൂ. ഒരു വാല്യൂ ഉള്ള ഒരു വ്യക്തിയായി തീരണം. നമ്മൾക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടാവണം, നമ്മൾക്ക് നമ്മുടേതായ ഒരു ക്യാരക്ടർ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ കുറച്ച് സ്വഭാവ രീതികൾ കൊണ്ടാണ്. നമ്മളിപ്പോൾ ഒരു ആൽബർട്ട് ഐൻസ്റ്റൈനെ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ പറയും ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ആളുടെ സ്വഭാവം എങ്ങനെയാണ്. ഒരു വാല്യൂ ഉള്ള ഒരു വ്യക്തിയാവാം. ആർക്കും വേണ്ടിയിട്ട് എന്താണ് നമ്മളെ മാറ്റാൻ നമ്മൾ സമ്മതിക്കരുത്, വേറൊരാൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ സിറ്റുവേഷന് വേണ്ടിയിട്ടോ. നമ്മുടെ വാല്യൂസ് നമ്മൾ തിരിച്ച് മനസ്സിലാക്കണം. ആരും ഈ ഭൂമിയിൽ ചെറുതല്ല, ഒരാളും ഈ ഭൂമിയിൽ മണ്ടനല്ല, ഒരാളും എന്താ ഒന്നില്ലാണ്ടല്ല ജനിക്കുന്നത്. എല്ലാവരും ജീനിയസുകളാണ്. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കണം, നമ്മൾ ജീനിയസ് ആണെന്നുള്ള മനസ്സിലാക്കണം. ആൽബർട്ട് ഐൻസ്റ്റൈൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ടീച്ചേഴ്സ് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്, വെച്ചാൽ നിന്നെപ്പോലെ ഒരു മണ്ടൻ ഈ ഭൂമിയിൽ ചിലപ്പോൾ ജീവനോട് ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം അതുപോലത്തെ ചോദ്യങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു 16-17 വയസ്സുകളിലൊക്കെ. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി, ആ ചോദ്യങ്ങളിലൂടെയാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആലോചിച്ച് മാറിയപ്പോഴാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയത്. ഇപ്പൊ ആൽബർട്ട് ഐൻസ്റ്റൈൻ എല്ലാവരും എന്താ പറയുക ആരാധിക്കുന്നുണ്ട്, ഭയങ്കര സയന്റിസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്താ പറയാ ആ ടീച്ചർ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ചിരുന്നിരുന്നെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആവില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വാല്യൂസ്, നമ്മുടെ ശരികള് അത് ശരിയാണെന്നുള്ളത് തന്നെ വിശ്വസിക്കണം. കാരണം നമുക്ക് ശരിയായി തോന്നുന്നത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. മറ്റൊരാൾക്ക് ശരിയായി തോന്നുന്നത് നമുക്ക് ഒരിക്കലും ശരിയായി തോന്നണമെന്നില്ല. അപ്പൊ നമ്മുടെ വാല്യൂസ്, നമ്മുടെ ഐഡന്റിറ്റി എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഈ ഒരു കോട്ടിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു വാല്യൂ ഉള്ള ഒരു വ്യക്തിയാവാം. ആർക്കും വേണ്ടിയിട്ട് എന്താ പറയാ ഒരാൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സിറ്റുവേഷന് വേണ്ടിയിട്ടോ നമ്മൾ എന്താ വഴങ്ങി കൊടുക്കുന്ന ഒരാളാവാൻ പാടില്ല. ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് ശരിയായിട്ട് തോന്നുന്നത് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ കിടക്കാം. സൈൻ കൺവെൻഷൻസ് ഓഫ് ലെൻസസ്. ഈ സെക്ഷൻ കുറച്ചുള്ളൂ, കാരണം ഈ സെക്ഷനോട് ഈ ചാപ്റ്റർ കഴിയാണ്. പിന്നെ നമുക്ക് ഉള്ളത് എന്താണ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുള്ളത് സോൾവ് ആയ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ അത് നിങ്ങൾക്ക് എന്താണ് ചെയ്തിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയി. ഈ സൈൻ കൺവെൻഷൻ സെയിം മിററിന്റെ അകത്ത് എന്ത് സൈൻ കൺവെൻഷൻ ആണോ നമ്മൾ ഉപയോഗിച്ചത് അതേ സൈൻ കൺവെൻഷൻ തന്നെ ലെൻസിനും അപ്ലിക്കബിൾ ആണ്. എന്താണ് റൈറ്റ് സൈഡിലേക്ക് ഒറിജിന്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവും ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും, പ്രിൻസിപ്പൽ ആക്സിന്റെ മേളിൽ പോസിറ്റീവും പ്രിൻസിപ്പൽ ആക്സിന്റെ താഴെ നെഗറ്റീവും. ഇതാണ് ലെൻസ് ഫോർമുല. 1/v - 1/u = 1/f. ലെൻസ് ഫോർമുലയും മിറർ ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ ഫോർമുലയിൽ 1/v + 1/u ആണ്, ലെൻസ് ഫോർമുലയിൽ 1/v - 1/u ആണ്. ഓക്കെ, ആ മാഗ്നിഫിക്കേഷൻ എന്താണ്, -v/u ആണ് മിററിൽ, ഇവിടെ v/u ആണ് ലെൻസിൽ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് ലെൻസ്. എന്താണ് പവർ ഓഫ് ലെൻസ്? പവർ ഓഫ് ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ കണ്ണാടി വെക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ആ കണ്ണാടിക്കൊരു എന്താണ് ഒരു പെർട്ടിക്കുലർ പവർ ഉണ്ടാവും. ഇപ്പൊ ആ ഒരു ലെൻസ് വെച്ച് നമ്മള് ഇപ്പൊ പറയും ഓക്കെ, അല്ല നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കല്ലേ എന്താണ് നിന്റെ കണ്ണിന്റെ പവർ എത്രയും ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും എന്താ -2 ആയിരിക്കും, അല്ലെങ്കിൽ -0.5, -1.5 എന്നൊക്കെ നമ്മൾ പറയും. അതാണ് നമ്മുടെ പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത്. അത് ഫോക്കൽ ലെങ്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു കണ്ണാടി എടുത്തു, നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്താ ഡോക്ടർ ചെയ്യുക, നമ്മളൊരു സ്ഥലത്ത് ഇരുത്തും, എന്നിട്ട് ഒരു ഫ്രണ്ടിലൊരു ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ടാവും, ഒരു ചാർട്ട് ഉണ്ടാവും, അതിൻ്റെ അകത്ത് ചെറിയ അക്ഷരങ്ങളോട്ട് വലിയ അക്ഷരങ്ങളായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പറയും വായിക്കാൻ പറയും.
അപ്പൊ നമ്മൾ പറയും ഓക്കെ ഇന്ന അക്ഷരത്തിൽ എത്തുമ്പോൾ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വായിക്കാനായിട്ട്. അപ്പൊ എന്ത് ഡോക്ടർ എന്താ ചെയ്യാം, ഒരു ഫ്രെയിം വെക്കും, എന്നിട്ട് ആ ഫ്രെയിമിന്റെ അകത്തേക്ക് ഓരോ ലെൻസിന്റെ പവറുകൾ വെച്ച് നോക്കും. അപ്പൊ ഏത് പവറുള്ള ലെൻസ് ആണോ നമുക്ക് സൂട്ട് ചെയ്യണത്, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്, അത് നമ്മുടെ സ്പെക്സിന്റെ പവറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. ഇത് നമ്മൾ എന്താ പറയാ ഡയോപ്റ്ററിലാണ് പവറിന്റെ SI യൂണിറ്റ് പറയാം. ഓക്കെ, അങ്ങനെയാണ് ഈ പവർ എന്നുള്ളൊരു കാര്യം നമ്മള് നോർമൽ ടേമിൽ നമ്മൾ പറയുമ്പോൾ. പവർ എന്താ പറയുക, ഒരു ലെൻസിന് സിംഗിൾ പവറുള്ള ലെൻസ് ഉണ്ടാവും, മൾട്ടി പവറുള്ള ലെൻസ് ഉണ്ടാവും. ബൈഫോക്കൽ ലെൻസ് എന്നൊക്കെ പറയും. 2 തരം ലെൻസുകൾ ഉണ്ടാവും. അപ്പൊ അതിന് 2 തരം പവറുകൾ ഉണ്ടാവും. അപ്പൊ ദൂരമുള്ളതും കാണാൻ പറ്റില്ല, അടുത്തുള്ളതും കാണാൻ പറ്റില്ലാത്ത ഒരാളാന്നിരിക്കും. അപ്പൊ അവർക്ക് 2 ലെൻസ് വെക്കണം. അങ്ങനെ 2 ലെൻസ് വെക്കുമ്പോൾ 2 ലെൻസിന്റെ പവർ നമ്മൾ കൂട്ടും, എന്നിട്ട് ഒരു ടോട്ടൽ പവർ കാണും. ഇപ്പൊ P is equal to P1 plus P2 plus P3 എന്ന് പറയും. ആ ഒരു ഇക്വേഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ ഇവിടെ പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P is equal to 1/f എന്നാണ്. പവർ ഓഫ് ലെൻസ് ഇസ് റെസിപ്രോക്കൽ ഓഫ് ഇറ്റ്സ് ഫോക്കൽ. നമുക്ക് കണ്ണ് കാണാത്തത് എന്തുകൊണ്ടാ? നമ്മുടെ കണ്ണിന്റെ സിലറി മസിൽസ് ഒക്കെ വീക്കാവും. വീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലെൻസിന് ആ പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. നമ്മുടെ ലെൻസ് സിലറി മസിൽസിന് ആ ഒരു ഇതിനെ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ പവർ ഇതായി, നമ്മുടെ പവർ എന്താ ആ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പവറുകൾ മാറും. അപ്പോൾ നല്ല വീക്കായ ഒരു സിലറി മസിൽസ് ആണെങ്കിൽ അതിന് ഒട്ടും ഫോക്കസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല. മാക്സിമം എല്ലാവരും എന്താ ചെയ്യുക, കണ്ണട വെക്കാണ്ട് ശ്രമിക്കാൻ നോക്കും. കാരണം കണ്ണട വെച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലെൻസിന്റെ ഫോക്കസും ഈ നമ്മുടെ കണ്ണാടിയുടെ ഫോക്കസും തമ്മിൽ രണ്ടും കൂടി മാച്ച് ആവും. പിന്നെ ആ കണ്ണാടി വെക്കാണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്താണ് കണ്ണിനെ കണ്ണാടി വെക്കാണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് മസിൽസിന് സ്ട്രെങ്ത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചകൾ തിരിച്ചു കിട്ടും. നമ്മൾ എന്തായാലും നമ്മുടെ കാഴ്ച നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, ഇത്രയും പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പവർ. ഇത് ലാസ്റ്റ് ടോപ്പിക് ആണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ക്ലാസ്സുകളിലൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചു. മിറർ പഠിച്ചു, ലെൻസ് പഠിച്ചു, ഇമേജ് ഫോർമേഷൻ ഓഫ് മിറർ പഠിച്ചു, ഇമേജ് ഫോർമേഷൻ ഓഫ് ലെൻസ് പഠിച്ചു, ലൈറ്റ് എന്താന്ന് പഠിച്ചു, റിഫ്ലക്ഷൻ പഠിച്ചു, റിഫ്രാക്ഷൻ പഠിച്ചു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡേ ടു ഡേ ലൈഫിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതൊക്കെ. ഇപ്പൊ റിഫ്ലക്ഷൻ ആയാലും റീഫ്രാക്ഷൻ ആയാലും എന്ത് കാര്യമായാലും നമ്മൾ എന്താണ് നമ്മൾ പഠിച്ചത് തന്നെയാണ്, നമ്മൾ കണ്ടതൊക്കെ തന്നെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോ ഇതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മുടെ യൂണിവേഴ്സിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താ അതിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് കോസ്മിക് ടേംസിലൊക്കെ പറയാം, കോസ്മിക് സയൻസ് എന്നൊക്കെ പറയും. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് സ്പേസിൽ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കണ സൂര്യനുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്റ്റാറുകൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എന്നിട്ടും സ്പേസ് എന്തുകൊണ്ടാണ് ബ്ലാക്ക് കളറായത്? എന്തുകൊണ്ട് സ്പേസ് ബ്ലാക്ക് കളറായി? ആഷിക്ക് എന്താ തോന്നുന്നത്, എന്തുകൊണ്ടാവും സ്പേസ് ബ്ലാക്ക് കളറായത്? അവിടെ ഓക്സിജൻ അല്ല. ഓക്സിജൻ അല്ല, ഓക്സിജൻ ആയിട്ട് ഓക്കെ, സ്പേസിൽ ഓക്സിജൻ ഇല്ല, പക്ഷെ ലൈറ്റും ഓക്സിജനായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ലല്ലോ. ഇപ്പോ എന്താണ് ഏത് ഗ്യാസുകളൊന്നും ഇല്ല, വാക്യൂം ആണ് സ്പേസിലുള്ളത്. അപ്പോ വാക്യൂമില് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട്, നല്ല സ്പീഡിൽ ട്രാവൽ, പക്ഷെ എന്നിട്ടും ലൈറ്റ് ഇല്ലല്ലോ. മീൻസ് എന്നിട്ടും ബ്ലാക്ക് കളറില്ല. അല്ലെങ്കിൽ ഇപ്പോ ബാക്കിയുള്ള പ്ലാനറ്റുകളൊക്കെ ഇങ്ങനെ തിളങ്ങിക്കുന്ന പോലെ സ്പേസ് എന്തുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ കളർ ഇല്ലാത്തത്, ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇതൊരു ജസ്റ്റ് ഈ ഒരു വീഡിയോ ആണ്, ഞാൻ ഇന്നാള് ഇങ്ങനെ സയൻസിനെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പോൾ കണ്ടൊരു വീഡിയോ ആണ്. അത് നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് ഈ ടോപ്പിക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
Okay. If you're not a morning person, then you'd probably love living on the moon or out in space. The whole lack of oxygen thing aside, the round-the-clock night sky sounds pretty tempting. But that got me to wondering, why is there so much light on Earth, but almost none once you leave our planet? You might think it's light during the day and dark at night, because the Earth spins on its axis and the sun illuminates either hemisphere. Well, that's part of the reason, but it's more complicated than that. I mean, our star shines on the moon too, but the sky above it is always black. It comes down to the unique atmosphere surrounding our Earth. It's full of dust, dirt, gases, and water droplets, which all act like tiny mirrors and reflect the sunlight. When sunlight bumps into these small particles, it diffuses and creates different colors. That's why we see a blue sky and all those spectacular shades during sunrise and sunset. It's a whole different story elsewhere. If you find yourself on the moon, where there's no atmosphere, the sky will be black. You'll be able to see stars even when the sun is blazing on the surface during the lunar day. The same is true of space. It's filled with lots of different gases, but it has no atmosphere with molecules to reflect sunlight. In other words, space is empty. That's why even when the sun is shining, space looks like a black void. If one day the Earth's atmosphere disappeared, it'd be just as dark as it is in space or on the moon. That one's clear. But the sun isn't the only star or source of light in the universe. So, why don't other stars shine with blazing light at night? Well, you're not the first one to wonder about that. An astronomer named Thomas Digges researched this question back in the 16th century. Digges was sure that the universe had no end, not be counted. He tried to answer why all these innumerable stars don't blind us with glaring light, but failed. His questions were just way far ahead of his time, and he didn't have the tools to find the answer. In the early 19th century, German astronomer Wilhelm Obers suggested that the reason the sky is dark at night was a dusty veil that hid most of the stars from us. This idea also proved to be wrong later. The stars shed not only light, but huge energy that could heat dust particles so that they would start shining themselves. In that case, the night sky would still be light because of shining dust. And yet, the sky gets dark every evening after sunset. What's bad about this theory then? Digges, Olbers, and other astronomers of the past believed the universe was infinite, but modern astronomy knows better. The number of stars, as countless as they may seem, is simply not enough to illuminate the sky at night. The sky gets dark because the stars, just as the universe itself, don't last forever. They are finite. You see, the universe has its own borders and isn't as ancient as scientists used to think. Sure, just shy of 14 billion years is no whippersnapper to us humans, but it's still surprisingly young in cosmic terms. And it's not much for all of the light from the most distant stars to be able to reach the Earth. In other words, thanks to our fancy, powerful telescopes, we now know that it takes light billions of years to get to us from the farthest stars. This means, when we look at the sky, we glance into a very distant past. Modern telescopes can show us that the light started its journey to the Earth about 10 billion years ago. The more powerful telescopes get, the further back in time we can see. One day, we'll be able to see something that existed before stars appeared, probably by studying the dark gaps between them. But more on that here in a sec. Okay, stars don't illuminate our night sky all that much because they're really old. Even as we look up at them, and they're unimaginably far away. If that's the case, then why don't less distant stars shine as bright as the sun? There should be thousands of stars much closer than those on the outskirts of the universe. Yeah, sure, there are plenty. Let's take a look at our closest space neighbor, Proxima Centauri, as an example. It's practically in our backyard, just over 4 light-years away from us. But we can't even see it in the sky without a telescope. The thing is, it's 7 times smaller than our Sun,
and it gives off only a fraction of 1% of the sun's brightness. And our close neighbor, just 4 light years down the road, is still pretty far away, about 25 trillion miles. For comparison, our own big bright sun is a mere 93 million miles from Earth. So our star is much bigger and closer. Other stars might be brighter than the sun, but they're much farther from us too. But don't all those distant stars give at least some noticeable light on this planet? Well, I'll put it this way. It'd be like switching on a ton of tiny halogen light bulbs. They're not as bright as one big LED bulb, but they do give off part of its light. So, yeah, they give us a little bit of something, but it's barely noticeable. Remember, space might be empty compared to the Earth's atmosphere, but there are a lot of gases out there. They move around, form clouds, and serve as a sort of veil hiding most of the light in the Milky Way. That's why we can't see everything that's going on in our galaxy. We need special equipment for that. But it turns out Olbers was sort of right, only the curtain that covers the light is made of gas and not dust. Where the Big Bang comes into play. The theory states that the universe was born in a Big Bang 13.8 billion years ago. Since that time, everything has been moving away from the point where it all began. That is, the universe is expanding, and objects within it are getting farther from each other with time. Sources of light also move away and spread out, which means space is getting darker and the number of black areas is growing. They move at their own speed for billions of years, and our telescopes and satellites, fancy as they may be, can't notice or track this movement. How do we know these black areas exist at all if astronomers can't see them? To simplify that for sake of time, they study how visible objects behave, how celestial bodies move along an elliptical orbit around stars or have gravity. This can only be explained with the presence of an unknown space object or group of objects. Astronomers think that most of the matter in the universe is invisible, and it looks like black emptiness to the human eye. But how does it look through a telescope? Ooh, all that blackness lights up in a wondrous rainbow of colors. We can't see it because our sight is limited to the visible light spectrum. But if you remember the electromagnetic spectrum from back at school, you'll know that visible light is just a tiny sliver of all those wavelengths and frequencies. There's radio, microwave, infrared, ultraviolet, X-ray, and gamma rays. They're beyond the visible spectrum, but all of them exist in space and can be registered by modern telescopes. And what they show us are seemingly dark or invisible nebulae, lit up with every color you can imagine. Red, blue, purple, yellow, orange, the whole color wheel, depending on which gases make them up. Who knows? Maybe someday we'll have special glasses that let us see all the colors of space just from looking up at the night sky. Hey, if you learned something new today, then give the video a like and share it with a friend. And here is ഹലോ ഹലോ. ഇത് കണ്ടിട്ട് എന്താണ് മനസ്സിലായത് നിങ്ങൾക്ക്? എന്താന്ന് വെച്ചാ ഈ നമ്മുടെ ഒരു മിനിറ്റ് പറയാം. ആകാശത്തിന്റെ നീല നിറം ചിതറിയ പ്രക്രിയയുടെ ഫലമാണ്. മീൻസ് ആകാശത്ത് നമുക്ക് ഇങ്ങനെ അല്ല, സൂര്യന്റെ പ്രകാശം കാരണമാണ് ആകാശത്ത് നമുക്ക് നീല കളർ കാണാൻ പറ്റുന്നത്. ഭൂമിയുടെ ആ ഭാഗത്ത് സൂര്യനിൽ നിന്നും അഭിമുഖീകരിക്കുമ്പോൾ ബഹിരാകാശ കാഴ്ചകൾ കറുത്തതായി കാണപ്പെടുന്നു. കാരണം സൂര്യനെ പോലെ സമീപത്തുള്ള ശോഭയുള്ള പ്രകാശ സ്രോതസ്സുകൾ ചിതറിക്കിടക്കുന്നില്ല. സംഭവം അത് കറക്റ്റാണ്, നീ പറഞ്ഞ കറക്റ്റാ. നല്ല മലയാളം മലയാളം അറിയാലോ നിനക്ക്. ഓക്കെ, ഇത് വെക്ക്. സംഭവം ശരിയാണ് നീ പറഞ്ഞത്. ലൈറ്റ്, ഈ പ്രകാശം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന അറ്റ്മോസ്ഫിയർ കാരണമാണ് നമുക്ക് കളറ് നീല കളർ കാണുന്നത്. ഇതേ ലൈറ്റ് തന്നെയാണ് എന്താണ് ട്രാവൽ ചെയ്തിട്ട് വരുന്നത് നമ്മുടെ സ്പേസിൽ കൂടെ.
പക്ഷെ അപ്പോഴും എന്താ പറ്റുക, അത് അവിടെ ഗ്യാസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റും, ഒന്നുമില്ല, ഡിസ്പേർഷൻ നടക്കാനോ അല്ലെങ്കിൽ ഇപ്പോ റിഫ്രാക്ഷൻ നടക്കാനോ ഒന്നും ഇല്ല, അവിടെ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല വരുന്ന വഴിക്ക്. അതുകൊണ്ടാണ് ഇത് ലൈറ്റ് ഒരു പെർട്ടിക്കുലർ കളർ ഒന്നായിട്ട് കാണുന്നത്, സ്പേസ് ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. പിന്നെ സ്പേസിന്റെ കളർ വരുന്ന ലൈറ്റുകളൊക്കെ ഗ്യാസുകളിൽ ട്രാപ്പ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ലൈറ്റ് ഒന്നും സ്പ്രെഡ് ചെയ്തിട്ട് എന്താണ് സ്പേസിൽ ഇല്ലാത്തത്. അല്ലെ? ഇപ്പോ ഒരു ചില ഈ ഗാലക്സികളുടെ ഒക്കെ പടം കണ്ടിട്ടില്ലേ നീ? ഇങ്ങനെ ഒരു മിനിറ്റ്, ഗാലക്സികളുടെ ഒക്കെ പടം കണ്ടിട്ടില്ലേ? ഹലോ ഗാലക്സികളുടെ ഒക്കെ പടം കണ്ടിട്ടില്ലേ? പല 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 കളറുകളായിട്ട്. അത് വെച്ച് കഴിഞ്ഞാൽ അത് അതിന് ചുറ്റൊക്കെ ഒരു ഗ്യാസ് ഫോർമേഷൻ ഉണ്ട്. അതുകൊണ്ട് ലൈറ്റ് സൂര്യന്റെ പ്രകാശം അതിൽ കൂടെ സ്പ്രെഡ് ആകുമ്പോ എന്ത് പറ്റും, ആ ലൈറ്റുകളൊക്കെ ആ ഗ്യാസിൽ കൂടെ റിഫ്ലക്ട് ചെയ്തിട്ട് അതിൽ ട്രാപ്പ് ആവും, അതിൻ്റെ അകത്ത് ട്രാപ്പ് ആവും. അതുകൊണ്ട് കുറെ ലൈറ്റ് ഒന്നും നമ്മുടെ അടുത്തേക്ക് എത്തില്ല. അതാണ് കാരണങ്ങൾ. സ്പേസ് ഇങ്ങനെ എംപ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു കാരണം, എംപ്റ്റി ആണ് സ്പേസ്. പിന്നെ ലൈറ്റ് എന്താണ് ട്രാവൽ ചെയ്ത് വരുമ്പോ അതിന് ഡിസ്പേർഷൻ നടക്കണില്ല, അത് ഫുൾ ബ്ലാക്ക് ആയിട്ട് കാണും. നമ്മളിപ്പോ ചന്ദ്രനിൽ പോയിട്ട് ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയെ കാണാൻ പറ്റില്ല. ഇപ്പൊ നീ ചന്ദ്രനിൽ നിൽക്കാന്ന് വിചാരിക്കാം, ചന്ദ്രനിൽ നിന്നിട്ട് നീ ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയെ കാണാൻ പറ്റില്ലേ? പറ്റുമല്ലോ, കാണാൻ പറ്റില്ലേ? അപ്പൊ അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മള് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നക്ഷത്രം കാണാൻ പറ്റും. പക്ഷെ ബ്ലാക്ക്, അതിന്റെ കൂട്ടത്തില് സ്പേസ് ബ്ലാക്ക് ആണ്, അല്ലെ? അത് വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റുകളൊക്കെ എന്താ സ്ട്രെയിറ്റ് വരിക ചെയ്യുക എംപ്റ്റി ആയ സ്പേസിന്റെ അകത്ത് കൂടെ. നമുക്ക് നമ്മുടെ ഭൂമി ഇങ്ങനെ കളർഫുൾ ആയിട്ട് കാണുന്നത് അതിന്റെ അകത്ത് അറ്റ്മോസ്ഫിയർ ഉള്ള കാരണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറ്റും, ഭൂമി ഇങ്ങനെ അത്രയും ഇതിൽ കാണാൻ പറ്റില്ല അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പൊ അതൊരു പോയിന്റ് ആണ് നമ്മുടെ. ഇപ്പോ ഒരു എക്സ്ട്രാ നോളേജ് നമ്മൾ പഠിച്ചു, അല്ലെ? ഇപ്പോ ആ ടോപ്പിക്കിൽ നിന്നല്ലാണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മളിപ്പോ യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അതില്. നമ്മുടെ ബ്ലാക്ക് ഹോളുകള്, അതുപോലെ വേം ഹോള്. ഇപ്പൊ ഇതിൽ പറഞ്ഞില്ലേ ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞു. ബിഗ് ബാങ് തിയറി എന്താ? ഒരു എക്സ്പ്ലോഷനിൽ നിന്നാണ്, സ്ഫോടനത്തിൽ നിന്നാണ് നമ്മുടെ യൂണിവേഴ്സ്, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പോ ആ ഒരു ബിഗ് ബാങ് നടന്ന സമയത്ത് യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഭൂമി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, മീൻസ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ എന്ത് പറ്റും, സ്റ്റാറുകളൊക്കെ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുക, നമ്മുടെ എർത്തിന്റെ അടുത്ത് നിന്ന് ദൂരെ ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു നല്ല നല്ല എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് പഠിക്കാനായിട്ടാണെങ്കിൽ. അപ്പോ അതൊക്കെ നോക്കുമ്പോ എന്താണ് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതൊക്കെ ഓരോ ക്ലാസ്സുകളിൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ കവർ ചെയ്ത ടോപ്പിക് വെച്ചാൽ എന്തുകൊണ്ടാണ് സ്പേസ് ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത്, എർത്തും അതുപോലെ പ്ലാനറ്റുകളൊക്കെ കളർ ഉണ്ട്, സൂര്യനൊക്കെ ഇത്രയും ലൈറ്റ് സ്പ്രെഡ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് സ്പേസ് ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത്. അതിന്റെ കാരണം വെച്ചാൽ സ്പേസിൽ അറ്റ്മോസ്ഫിയർ ഇല്ല, സ്പേസ് എംപ്റ്റി ആണ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ സെക്ഷൻ നമ്മൾ തീർക്കാണ്. ഇതോടെ നമുക്ക് ലൈറ്റ് എന്നുള്ള ചാപ്റ്ററിന്റെ കാര്യമൊക്കെ പഠിച്ചു നമ്മള്. ഇനി ഈ PPT-കളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ PPT-കൾ നോക്കുമ്പോൾ കൂടുതൽ റിവിഷൻ പോലെ ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് വരുന്നെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത്രയും നമ്മൾ പഠിച്ചു. ഇപ്പോ നമ്മൾ ലൈറ്റ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഈ ഓപ്പൺ സ്കൂളിങ്ങിന്റെ ഫിസിക്സ് NCERT ക്ലാസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് I എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്.
ഐ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് എന്ന് പറഞ്ഞു. ഐയുടെ കുറിച്ചും ഐന്റെ എഫക്റ്റിന്റെ കാര്യങ്ങളെ കുറിച്ചും പിന്നെ ഈ ഡിസ്പേർഷൻ അങ്ങനത്തെ കുറെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് റെയിൻബോ ഉണ്ടാവുന്നത്, എന്തുകൊണ്ട് സൺസെറ്റും സൺറൈസും ഒക്കെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് നക്ഷത്രങ്ങൾ മിന്നുന്നുണ്ട്, അതൊക്കെയാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അവരോട് റെക്കമെൻഡ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ എല്ലാ ആഴ്ചയും നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് കെമിസ്ട്രി, മാത്സ്, ബയോളജി ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ബയോളജിയും കെമിസ്ട്രിയും മാത്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അറിയോ, ബയോളജി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ. അതൊന്നും കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ അത് ഷെയർ ചെയ്യാൻ പറയാം. ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സും ഉണ്ട്. ഓക്കെ, നമ്മുടെ സൈറ്റിൽ ഒരു രജിസ്ട്രേഷൻ ഫോം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ഒന്നുകൂടി പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സെലക്ട് ആവും. അല്ലെങ്കിൽ ആശയുടെ നമ്പറിലേക്ക് ആ നമ്പർ ഷെയർ ചെയ്യാൻ ഞാൻ പറയാം, ആ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കുഴപ്പമൊന്നും ഉണ്ടായതല്ലോ? ഡൗട്ട്സ് ഒന്നും? ഹലോ ഹലോ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ഓക്കെ, അപ്പൊ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യണം ആശ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.